ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് പെപ്പർ മസാലയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പെപ്പർ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 5 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. 2-3 ഭാഗത്ത് ഞാൻ വരഞ്ഞ് എടുത്തിട്ടുണ്ട്, നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി. അതുപോലെ 3 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഞാൻ ക്രഷ് ചെയ്തെടുത്താണ്. അതിൽ കറിവേപ്പില, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യമേ ഞാൻ ഈ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഈ മുട്ടയിലൊന്ന് പുരട്ടി വെക്കാൻ പോകും. കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് മഞ്ഞൾപ്പൊടി എടുത്തതിൻ്റെ പകുതി 1/2 ടീസ്പൂൺ. ഇതിൽ നമുക്കൊന്ന് നമ്മൾ കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ മുട്ടയൊന്ന് നമുക്ക് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം വലിയ തീയിലിടണ്ട. നമ്മുടെ എഗ്ഗ് ഫ്രൈ ആയിട്ടുണ്ടൊരു നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ബാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണയോട് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കും. ഇതൊന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒക്കെ ഒന്ന് ശകലം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കും. ഇതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കും. എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇവിടെ കുറച്ച് നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു ചെറിയ തീയിലിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാൻ 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിരുന്നു. അതിന് ശേഷം അടപ്പ് തുറന്നു. അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഐറ്റംസൊക്കെ ഇടാം. ഞാൻ പെരുംജീരകവും കുരുമുളക് പൊടിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ച് ഇട്ടു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, പിന്നെ ഇവിടെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി. നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആദ്യം മസാലയുടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് വീണ്ടും ഒരു ചെറിയ തീയിൽ, മീഡിയം തീയിൽ 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം. ഞാനൊരു 5 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടുണ്ട്. മസാല നമ്മൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കും. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുത്തിട്ട് ബാക്കി മല്ലിയില ഇവിടെ നമുക്കിട്ട് 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഇത് അടുപ്പം തുറന്ന് നോക്കാം. നമ്മുടെ എഗ്ഗ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം.
നമ്മുടെ എഗ്ഗ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്.